അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവ് എം വി ഗോവിന്ദൻ മാഷെ ക്ഷണിക്കുകയാണ്. മറ്റേ ഫോണിലേക്ക് വിളിക്കാം. മറ്റേ നമ്മൾ 548 തുളുനാടൻ സംസ്കൃത പ്രതീകമായ തലപ്പാവ് അണിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് സംഘാടക സമിതി ഭാരവാഹികൾ ക്ഷണിക്കുകയാണ്. ഐതിഹാസികമായ ചരിത്രം സൃഷ്ടിക്കുന്ന ഈ ജാഥ നയിക്കുന്നത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. എം വി ഗോവിന്ദൻ മാസ്റ്ററെ LDF-ന് വേണ്ടി, ഈ ജനാവലിക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി എല്ലാ ജാഥാംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവരെല്ലാം തലപ്പാവ് അണിയിച്ചുകൊണ്ടും ഷാൾ അണിയിച്ചുകൊണ്ടും സ്വീകരിക്കുന്നതാണ്. ഈ ജാഥയുടെ മാനേജർ CPI-യുടെ കേന്ദ്ര സെക്രട്ടറി അംഗം അഡ്വക്കേറ്റ് P. സന്തോഷം വ്യത്യസ്തമായതുപോലെ വികസന രംഗത്ത് വളരെ പിന്നോക്കം. നാടിന്നൊരു പ്രത്യേക സാഹചര്യം നേരിടുന്ന ദിവസമാണ്. ഈ LDF-ന്റെ ഇത്തരമൊരു പരിപാടി ജനങ്ങളുടെ മുന്നിൽ കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ, കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് LDF പ്ലാൻ ചെയ്തത്. ഇവിടെ പറഞ്ഞതുപോലെ 3 ജാഥകളാണ് LDF തീരുമാനിച്ചത്. ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ കണ്ണൂർ, കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂർ, അങ്ങനെ പാലക്കാട് വരെ ഈ ജാഥ എത്തുക എന്നാണ് ഉദ്ദേശിച്ചത്. മറ്റൊരു ജാഥ സഖാവ് ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, ആ നിലയിൽ യാത്ര ചെയ്യുകയാണ് ചെയ്യുക. അത് വരുന്ന 3-ാം തീയതി തുടക്കം കുറിക്കും. 6-ാം തീയതി ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ജാഥ പത്തനംതിട്ടയിൽ തുടങ്ങി കോട്ടയം, ഇടുക്കി, എറണാകുളം, അത്രയും ജില്ലകളിൽ സഞ്ചരിക്കും. ഇങ്ങനെ 14 ജില്ലകളിലും ജനങ്ങളോട് കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ് LDF ഉദ്ദേശിച്ചത്. അതിൽ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് ഒരു സംസ്ഥാനമെന്ന നിലക്ക് കേരളത്തോട് വലിയ അവഗണന കാണിക്കുന്നു. ഒരുതരം സാമ്പത്തിക ഉപരോധം നമ്മുടെ സംസ്ഥാനത്തിന് നേരെ കാണിക്കുന്നു. കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം നിഷേധിക്കുന്നു. ഈ ഒരു ഭാഗം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് ഈ ജാഥയുടെ ഉദ്ദേശങ്ങളിൽ ഒന്നാണ്.
ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾ പറയാതെ തന്നെ എല്ലാവരും കേന്ദ്ര ബജറ്റിൽ നിന്ന് അവതരിപ്പിച്ചതോടെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തുള്ള പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം. പക്ഷേ ഇന്ന് ബജറ്റിൽ കേരളത്തെക്കുറിച്ചൊന്നും പറയാൻ ധനമന്ത്രിക്കുണ്ടായില്ല. പക്ഷെ ബജറ്റിന് മുൻപ് അതിൻ്റെ തലേ ദിവസം പാർലമെന്റ് അംഗങ്ങൾക്കെല്ലാം കൊടുക്കുന്ന ഒരു എക്കണോമിക് സർവേ റിപ്പോർട്ടുണ്ട്. അതും ധനവകുപ്പിൻ്റെ തന്നെയാണ്. അതിൽ കേരളത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതെല്ലാം രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയിൽ നിന്ന് കേരളം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു, എത്ര കണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിൽ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ രാജ്യത്തിൻ്റെ കണ്ണിൽ കേരളം എന്ന സംസ്ഥാനം വലിയ മികവ് നേടിയിരിക്കുന്നു. ഓരോ രംഗത്തെക്കുറിച്ചും ആ സർവേ റിപ്പോർട്ടിൽ കൃത്യമായി പറയാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി. പക്ഷെ അവിടെ തീർന്നു. ഇപ്പോൾ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളൊന്നും പരാമർശിച്ചതേയില്ല. കടലാമയെ സംരക്ഷിക്കാനുള്ള ഒരു ഭാഗം നല്ല നിലക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെയാണ് കടലാമയുടെ ഏറ്റവും നല്ല ആവാസ കേന്ദ്രം. അത് സംരക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ അതാണ് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു. ഇവിടുന്ന് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ ഏകദേശം പഴയ സമയം തന്നെ ചെലവഴിക്കേണ്ടി വരുന്നവരാണ് നമ്മളെല്ലാം. ആ കാര്യത്തിൽ പുതിയ റെയിൽവേ ലൈൻ വേണമെന്നത് കേരളം ആവശ്യപ്പെടുന്നത്. അർദ്ധ അതിവേഗ റെയിലാണ് നമ്മൾ ചോദിച്ചിരുന്നത്. ഇപ്പൊ ബി ജെ പി സർക്കാരിൻ്റെ വക്താവെന്ന രീതിയിൽ ഒരു ബഹുമാന്യ വ്യക്തി അതിവേഗ റെയിൽ സമ്മതിച്ചിരിക്കുന്നുവെന്ന് കേരളത്തോട് വിളിച്ചു പറയുന്ന സ്ഥിതിയുണ്ടായി. അതിനെപ്പറ്റിയുള്ള പ്രതികരണം നേരത്തെ നടത്തിയതാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും എന്തോ വരാൻ പോകുന്നു എന്നൊരു തോന്നൽ ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് വ്യക്തമാക്കുന്നത്. നമ്മുടെ തൊട്ടുകിടക്കുന്ന സംസ്ഥാനങ്ങൾ